യേശുനാഥൻ ഇരിക്കുന്ന ഇടം അന്വേഷിച്ച് സൗഖ്യം സ്വന്തമാക്കുന്ന ഏവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനാധ്യാനം മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. തളർവാദ രോഗിയെ കട്ടിലോടുകൂടി എടുത്തുകൊണ്ടുവന്ന് പുരമുകളിലൂടെ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ഇറക്കുന്ന സൗഖ്യത്തിൻ്റെ അനുഭവം. വിശ്വാസം ഒരു കവാടമാണ്. എനിക്ക് ക്രിസ്തുവിലേക്കും ക്രിസ്തുവിന് എന്നിലേക്കും കടന്നു വരുവാനുള്ള കവാടം. യേശുവിന് സൗഖ്യം നൽകുന്നതിലും പ്രാധാന്യം എപ്പോഴും പാപം ക്ഷമിക്കുന്നതിലായിരുന്നു. അഥവാ പാപം ക്ഷമിക്കുവാൻ വേണ്ടിയായിരുന്നു കർത്താവ് സൗഖ്യം നൽകിയിരുന്നത്. ക്രിസ്തു ഇരിക്കുന്ന ഇടത്തേക്കാളും ക്രിസ്തുവാണ് എനിക്ക് പ്രാധാന്യമുള്ളത് എന്ന് നാം ബോധ്യപ്പെടുമാറ് അവർ ആ ഭവനത്തിൻ്റെ കൂര പൊളിച്ച് തളർവാദ രോഗിയെ താഴേക്ക് ഇറക്കുന്നു. ദേവാലയങ്ങൾ കണ്ട് നമസ്കരിച്ച് നീ കടന്നു പോകുമ്പോഴും യഥാർത്ഥത്തിൽ നീ നമസ്കരിക്കേണ്ടത് ദേവാലയത്തിൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ ആണെന്ന തിരിച്ചറിവ് ബോധ്യമാണ് നമ്മുടെ വിശ്വാസത്തിന് ജീവൻ ഏകുന്നത്. ദൈവത്തിന് സാധ്യമാണെന്ന് നീ വിശ്വസിക്കാത്തതൊന്നും നിന്നിൽ ദൈവത്തിന് സാധ്യമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ദേവാലയ സന്ദർശനവും നിന്നെ ദൈവ അനുഭവത്തിലേക്ക് കൊണ്ടുപോവുകയില്ല. മറിച്ച് ദൈവ സന്ദർശനം മാത്രമേ നിനക്ക് ദൈവാനുഭവം നൽകുകയുള്ളൂ. യേശുവിലേക്ക് കടന്നു വരുന്നവരെയൊക്കെയും യേശു ദൈവ അനുഭവത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം അഥവാ വാക്യം കേട്ടുകൊണ്ട് അവർ ഇപ്രകാരം പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവ ദൂഷണം പറയുന്നു. കാരണം മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് നിയമജ്ഞർ കേട്ടു. 4 പേർ ചേർന്ന് ഒരു തളർവാദ രോഗിയെ കിടക്കയോടുകൂടി എടുത്തുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഇറക്കുന്നത് അവർ കണ്ടു. ക്രിസ്തു അവിടെ ഇരിക്കുന്നതും അവർ കണ്ടു. അവർ കാണാതെ പോയത് ക്രിസ്തുവിൽ ഉള്ള ദൈവത്വം ആയിരുന്നു. അതുകൊണ്ടാണ് അവർ ഇപ്രകാരം പറഞ്ഞത്. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കുവാൻ സാധിക്കുക? ഇവൻ ദൈവദൂഷണം പറയുന്നു. ഒരർത്ഥത്തിൽ ദേവാലയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തെ കാണാതെ നീ നടത്തുന്നതൊക്കെയും ഈ ഒരു തലത്തിൽ മാത്രം നിലനിൽക്കുന്നതാണ്. ദൈവം ഇല്ലാത്തതൊക്കെയും അഥവാ ദൈവത്തെ കാണാത്തതൊക്കെയും ദൈവ അനുഭവമില്ലാത്ത, വിശ്വാസമില്ലാത്ത നിർജീവ സത്യങ്ങൾ മാത്രമായിരിക്കും. മുടന്തനെ സൗഖ്യമാക്കിയ ദൈവത്തിന് പാപങ്ങൾ പൊറുക്കുവാനുള്ള അധികാരം ഉണ്ട്. പാപങ്ങൾ പൊറുക്കപ്പെടുവാൻ നീ വന്ന് മുട്ടുകുത്തുന്ന കുമ്പസാരക്കൂടിന് സൗഖ്യപ്പെടുത്തുവാനുള്ള ശക്തിയുമുണ്ട്. കാരണം ആ കൂദാശയിൽ ദൈവമുണ്ട് എന്ന് നീ വിശ്വസിക്കുന്നിടത്തോളം. കർത്താവ് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം? തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകുക. വിശ്വാസമെന്നത് ഒരു തെളിവാണ്. പാപങ്ങൾ നിന്നിൽ ക്ഷമിക്കപ്പെടുന്നത് യാഥാർത്ഥ്യമാകുന്നത് നീ വിശ്വസിക്കുമ്പോഴാണ്, കാണുമ്പോഴല്ല. കൂദാശകളെ നാം കണ്ട് ആരാധിക്കുകയല്ല, കൂദാശകളെ ഞാൻ കണ്ട് വിശ്വസിച്ച് ആരാധിക്കുമ്പോഴാണ് അത് അനുഭവമായി മാറുന്നത്, സൗഖ്യമായി മാറുന്നത്. നീ കണ്ട ദിവ്യകാരുണ്യത്തെ അല്ലെങ്കിൽ മറ്റ് കൂദാശകളെ കണ്ണുകൊണ്ട് കാണുകയും വിശ്വാസദീപ്തിയാൽ അതിനെ പ്രക്ഷോഭിതമാക്കി നാം ജീവിക്കേണ്ടതുണ്ട്. വിശ്വാസത്തിലൂടെ കൃപയിലാണ് സൗഖ്യം സംഭവിക്കുന്നത്. വിശ്വാസത്തിനും സൗഖ്യത്തിനുമിടയിൽ കൃപയാണ് ചലനാത്മകമായി നിലകൊള്ളുന്നത്. ഓരോ സൗഖ്യത്തിൻ്റെ ഉള്ളിലും ഒരു ഉത്ഥാനം
കാത്തിരിക്കുന്നുണ്ട്. മാനവരാശിയുടെ ഏറ്റവും വലിയ നേട്ടം പാപം ക്ഷമിക്കുന്നതാണ്. സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും ക്രിസ്തു സന്തോഷത്താൽ പൂരിതമാകുന്നവനാണ്. ക്രിസ്തുവിൽ ജീവന്റെ നന്മ, സുവിശേഷത്തിൻ്റെ ജീവൻ ദർശിച്ചിരിക്കുന്ന ഏതൊരുവനും യേശു സന്തോഷത്തിലും യേശു സൗഖ്യത്തിലും നിറയപ്പെടുന്നവനാണ്. ക്രിസ്തുവിൻ്റെ സൗഖ്യവും പാപമോചനവും യേശു സ്നേഹത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. ക്രിസ്തു നിന്നിലൂടെ പ്രതിഫലിപ്പിക്കപ്പെടുവാൻ ക്രിസ്തു എന്നിൽ നടത്തുന്ന പാപമോചനവും സൗഖ്യവും നമുക്ക് ബോധ്യത്തോടുകൂടി അനുഭവപ്പെട്ട് ക്രിസ്തു സാക്ഷികളായി മാറേണ്ടതുണ്ട്. ഏവരെയും യേശുനാഥൻ സൗഖ്യാനുഭവത്തിലൂടെ ദൈവ സാക്ഷികളാക്കി മാറ്റട്ടെ. ആമേൻ. ഉഴലുന്ന നേരങ്ങളിൽ മനതാരിൽ കനലുകൾ എരിഞ്ഞിടവേ, മിഴിനീരിൽ നോവുകൾ ഒഴിഞ്ഞിടവേ, അലിവോടെ കനിവോടെ അരികിലെത്തി ആർദ്രതയോടെന്നെ ചേർത്തണച്ചു. അഴലിൻ്റെ അലയാഴിയിൽ ഞാൻ ഉഴലുന്ന നേരങ്ങളിൽ മനതാരിൽ കനലുകൾ എരിഞ്ഞിടവേ, മിഴിനീരിൽ നോവുകൾ ഒഴിഞ്ഞിടവേ, അലിവോ
കാൽവരി ക്രൂശിൽ പിടഞ്ഞവനേ, കാൽക്കരം മാണിമേൽ തറച്ചവനേ, കഷ്ടങ്ങൾ നിന്ദകൾ ഏറ്റവനേ, കൈപ്പുനീരെനിക്കായി കുടിച്ചവനേ, കഷ്ടം